കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായിട്ട് ദിവസങ്ങളായി. ഉദുമ ജന്മ കടപ്പുറത്ത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകളടക്കം തിരയടിച്ച് തകർന്നു. ഓരോ വർഷകാലത്തും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം നടപടികളില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏക്കർ കണക്കിന് വരുന്ന തെങ്ങിൻ തോപ്പ് കടലിന്റെ ഭാഗമായി മാറിയ ഉദുമ ജന്മ കടപ്പുറത്ത് നിന്ന് അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ജന്മ കടപ്പുറം മുതൽ കൊപ്പൽ ബീച്ച് വരെയുള്ള പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഏതാണ്ട് 2 കിലോമീറ്ററോളം വരുന്ന സ്ഥലത്ത് ഇപ്പോൾ പാടെ തെങ്ങുകൾ പൊഴിഞ്ഞുപോയൊരു അവസ്ഥയാണുള്ളത്. തിരയടിച്ചൽ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിലധികമായി തുടരുന്ന കടലാക്രമണത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ അടക്കം തകർന്നതാണ് എനിക്ക് മുന്നിലായി കാണുന്നത്. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ ജന്മാക്കടപ്പുറത്ത് നഷ്ടമായിരിക്കുന്നത്. നല്ലോണം തെങ്ങും പോയി, കുറേ സ്ഥലവും പോയി. ഇപ്പോൾ ആ കടയിലെടുത്ത് ഞങ്ങൾ കടൽ വരും നിറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉസറില്ല. ഇത്ര പേര് നമ്മൾ ആക്കിയിട്ട് എൻ്റെ മക്കളാക്കിയിട്ട് ഏകദേശം ഒരു 10-15 പോവും, അതിനെക്കാട്ടിയും പോവും. എന്ത് ചെയ്യല്, നമ്മ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നു. എന്ത് ചെയ്യല്, ഞങ്ങൾ എല്ലാ കൊല്ലം ഇങ്ങനെ പറയലെന്നെ. ഇങ്ങനെ ഈ മഴക്കാലത്ത് വന്നിട്ട് നോക്കിയിട്ട് പോന്ന്. മഴക്കാലം കഴിഞ്ഞേ പിന്നെ അതിൻ്റെ ഭാഗത്ത് തിരിഞ്ഞ് നോക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യല്, ഞങ്ങൾ അങ്ങനെ സഹിച്ച് നിൽക്കലല്ലേ. മഴക്കാലത്ത് കടലാക്രമണം ശക്തമാകുമ്പോൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കാലാകാലങ്ങളിലായി കടലോരം സന്ദർശിക്കുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടൽക്ഷോഭ ഭീഷണി നേരിടുന്ന ദൈർഘ്യമേറിയ ഒരു തീരമാണ്. ഇത്രയും നീളത്തിലുള്ള ഒരു തീരം വേറെ എവിടെയും കടൽക്ഷോഭത്തിൽ ഇത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നതെന്ന് തോന്നുന്നില്ല. അപ്പോൾ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഫിഷറീസ്, ഇറിഗേഷൻ എല്ലാ വകുപ്പുകളുടെയും ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിരുന്നു. അപ്പോൾ കാലാകാലങ്ങളായി അവരൊക്കെ സന്ദർശിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു സ്ഥായിയായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ തീരദേശവാസികൾ ആശങ്കയിലാണ്. വർഷം തോറും കടലിങ്ങനെ കരയിൽ കയറി വരികയാണ്. തീരെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെയും വീടുകളും വസ്തുക്കളൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയിലാണുള്ളത്. സുരക്ഷയ്ക്കായി കൊണ്ടിട്ട കൽഭിത്തിയടക്കം തകർത്തുകൊണ്ടാണ് ജന്മാക്കടപ്പുറത്ത് കടലാക്രമണം തുടരുന്നത്. ഇവിടെ അടിയന്തരമായും പരിഹാരം ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ. ജിയോ ബാഗ് പോലെയുള്ളവ ഇവിടെ ശാശ്വതമല്ലെന്ന് വർഷങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ ടെട്രോപോഡ് പോലുള്ള സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് ജന്മാക്കടപ്പുറത്ത് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.